ടൈമിലേക്ക് സ്വാഗതം. ഞാൻ സാന്ദ്ര. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. ഇസ്രായേൽ ഇറാൻ യുദ്ധം 4ാം ദിവസം പിന്നിട്ടു. കനത്ത ജാഗ്രതയിൽ ഇരു രാജ്യങ്ങളും. രാജ്യത്ത് സെൻസസ് നടപടികൾക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സ്വതന്ത്ര ഇന്ത്യയിൽ ജാതി കണക്കിലെടുത്തുള്ള ആദ്യ സെൻസസ്. സംസ്ഥാനത്ത് +1 ക്ലാസുകൾക്ക് നാളെ തുടക്കം. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. കേരളത്തിൽ കാലവർഷം രൂക്ഷം. മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. MG സർവകലാശാല ബിരുദ ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. രാജ്യാന്തര T20 നേപ്പാളിനെതിരെ 3ാം സൂപ്പർ ഓവറിൽ വിജയം കുറിച്ച് നെതർലാൻഡ്. വാർത്തകൾ വിശദമായി. ഇസ്രായേൽ ഇറാൻ യുദ്ധം 4ാം ദിവസം പിന്നിട്ടു. ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ജനങ്ങളോട് ഒഴിയണമെന്ന് ഇറാനും ആവശ്യപ്പെട്ടു. ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്ത് ഇന്നലെ തത്സമയ സംരക്ഷണത്തിനിടെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി. യൂണിവേഴ്സിറ്റി മെഡിക്കൽ സയൻസിന്റെ കെട്ടിടത്തിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇസ്രായേലിൽ 24 പേരും ഇറാനിൽ 224 പേരുമാണ് കൊല്ലപ്പെട്ടത്. രാജ്യത്ത് 2011 ശേഷം ആദ്യമായി നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യയിൽ നടത്തുന്ന 16ാം സെൻസസിൽ ജാതി കണക്കെടുപ്പ് നടപ്പിലാക്കുന്നതിനോടൊപ്പം വ്യക്തികളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക വിശദാംശങ്ങളും ഉൾപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി. ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് മുതലായ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ 2026 ഒക്ടോബർ 1-നും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ 2027 മാർച്ച് 1-നും സെൻസസ് നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ബുധനാഴ്ച ആരംഭിക്കുന്നു. തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ആദ്യ അലോട്ട്മെന്റിൽ 3.12 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിച്ചത്. നിലവിൽ 4688 സീറ്റുകളിലാണ് ബാക്കിയുള്ളത്. ആദ്യ അലോട്ട്മെന്റ് പ്രവേശനം ലഭിക്കാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആയി അപേക്ഷ സമർപ്പിക്കാം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ മഴ ശക്തമായതോടെ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. MG സർവകലാശാലയിലെ കോളേജുകളിലെ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമിലേക്കുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ജൂൺ 19 മുൻപായി സർവകലാശാല ഫീസ് ഓൺലൈൻ അടച്ച് പ്രവേശനം നേടാവുന്നതാണ്. സ്കോട്ട്ലാൻഡിൽ വെച്ച് നടന്ന നെതർലാൻഡ്സ് നേപ്പാൾ T20 മത്സരത്തിൽ വിജയം കുറിച്ച് നെതർലാൻഡ്. വിജയികളെ കണ്ടെത്താനായി നടത്തേണ്ടി വന്നത് 3 സൂപ്പർ ഓവറുകളാണ്. ആദ്യ 2 സൂപ്പർ ഓവറുകൾ ടൈയിൽ അവസാനിച്ചതോടെയാണ് 3ാം മാച്ചിലേക്ക് കടന്നത്. 3ാം സൂപ്പർ ഓവറിൽ നേപ്പാൾ 0-ന് ഓൾ ഔട്ട് ആയതോടെയാണ് നെതർലാൻഡ്സ് വിജയം കരസ്ഥമാക്കിയത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.